ജമാഅത്തെ ഇസ്ലാമി അമിത്ഷായെയും മോദിയെയും കാണാൻ പല ആവർത്തി ശ്രമിച്ചു. അവർ ഈ പറയുന്ന അബൂബക്കർ മുസ്ലിയാര് പ്രധാനമന്ത്രി മോദിയെ കണ്ടതിനെ വലിയ രീതിയിൽ അപലപിക്കുന്ന നാണക്കേടെന്നൊക്കെ പറയുന്നു. ഇവരാണ് ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്തത്. കാരണം ഈ പറയുന്ന റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കാൻ ഇവർക്കെതിരെ പല ആരോപണങ്ങളുണ്ട്, പല ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കും ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക്. കാരണം ഇതിനകത്ത് അവർ RSS നേരത്തെ കണ്ടതാണല്ലോ. എന്താ ജമാഅത്തെ ഇസ്ലാമിയുടെ ലീഡർഷിപ്പ് നേരത്തെ RSS ലീഡർഷിപ്പ് പോയിട്ടൊക്കെ മീറ്റിംഗ് കഴിഞ്ഞാണല്ലോ. അവര് വലിയ രീതിയിലാണ് നോക്കുന്നത്. പക്ഷെ കേരളത്തിലുള്ള BJP RSSകാരും ഈ പറയുന്ന ജമാഅത്തിയെ പൂർണ്ണമായിട്ടും റിജക്ട് ചെയ്തേക്കുകയാണ്. അവര് കേന്ദ്ര ഗവൺമെന്റിനും അതേപോലെ RSSനും നാഷണൽ ലീഡർഷിപ്പിനും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമി ഒരു കാരണവശാലും അടുപ്പിക്കരുത്. കാരണം അവർ വലിയ വിഷമാണ്. കാരണം ഇനി നോക്കുക, ബംഗ്ലാദേശ് നോക്കുക. ബംഗ്ലാദേശിൽ പ്രശ്നമുണ്ടാക്കിയത് ജമാഅത്തെ ഇസ്ലാമിയാണ്. എനിക്കൊരു സംശയം. അടുത്ത സംഭവം ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി SDP ഇവർക്കൊക്കെ ഈ ടർക്കി ഖത്തർ ഫണ്ടിങ് ഉണ്ടായിരുന്നു. ഇതിനെല്ലാം എന്റെ ഒരു സംശയം എന്ന് വെച്ചാൽ സാറ് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ ഒരു ആഖ്യാനമായിരിക്കും. ഈ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരൊക്കെ ഞങ്ങളെ സാമ്പത്തികമായി ഉപരോധിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ വേട്ടയാടുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാതെ പോകുന്നത്. ആ ഒരു ആഖ്യാനത്തെയാണോ സാർ സമർത്ഥിക്കുന്നത്? അല്ലെങ്കിൽ ഇവരുടെ എല്ലാ രീതിയിലുള്ള കള്ളപ്പണ സംഭവങ്ങളും അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് അനധികൃതമായിട്ട് വന്നുകൊണ്ടിരുന്ന ഫണ്ടുകളും കേന്ദ്ര സർക്കാർ നിയമാനുസൃതം വിലക്കിയതുകൊണ്ട് ഇവർ ക്രൈസിസ് നേരിടുന്നു എന്നാണോ? എനിക്ക് വെൽ ഇൻഫോംഡ് ആണ് ഈ കാര്യത്തിൽ. ഇവരെ ആരൊക്കെയാണ് RSS ലീഡർഷിപ്പിനെ കാണാൻ പോയത്, ആരൊക്കെ എത്രമാത്രമാണ് RSS ലീഡർഷിപ്പിനെ കൊണ്ടും മറ്റുള്ള ലൈസൺ BJPയുമായിട്ട് താല്പര്യമുള്ളവർ അവരുമായിട്ട് വെച്ചിട്ട് പ്രധാനമന്ത്രിയെ അമിത്ഷായെയും കാണാൻ ഇവർ ട്രൈ ചെയ്തത്. അത് വെൽ ഇൻഫോംഡ് ആണ് ഈ കാര്യങ്ങൾ. അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ BJP ഗവൺമെന്റിനും പ്രധാനമന്ത്രിയെയും അമിത്ഷായെ ഈ പറയുന്ന ലീഡർഷിപ്പിനെ കണ്ടിട്ട് ഇവരുടെ ഇഷ്യൂസ് എങ്ങനെങ്കിലും ഒന്ന് സെറ്റിൽ ചെയ്യണം. കാരണം ഇവർ ഡാം ക്രൈസിസിലാണ്. പിന്നീട് അതിനുശേഷം ഇതൊന്നും നടക്കുന്നില്ല, നടക്കാതെ പോകുന്നു. പിന്നീടാണ് ഇവർ ഡിസൈഡ് ചെയ്യുന്നത് ഇത് കട്ട് ഷോട്ട് ചെയ്യുക, കാരണം ഇത് മാറ്റിയെടുക്കുക. അത് ഇവർക്ക് പത്രം ഒരു പേരിന് വേണ്ടി മാത്രം നിലനിർത്തുക, അത് ഇവരുടെ ആവശ്യമുണ്ട്. കാരണം എന്താ? കാരണം ആ പത്രം ഉണ്ടെങ്കിൽ കേരളത്തിൽ ലൈസൺ ചെയ്യാൻ പറ്റും ഗവൺമെന്റുമായിട്ട്. നിങ്ങൾ നീ മനസ്സിലാക്കേണ്ട സംഭവം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റും ഒരു നോൺ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റും കൂടാണ്. പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റാണ് വെൽഫെയർ പാർട്ടി. കാരണം ഇവർക്ക് ഏതെങ്കിലും ഇപ്പൊ LDFലോ UDFലോ കയറണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് പത്രത്തിന്റെ പിന്തുണ വേണം.